നമസ്കാരം. പള്ളിക്കകത്തടി, പള്ളിക്ക് പുറത്തടി, പള്ളിയിൽ നടന്ന അടിയുടെ കണ്ടിന്യൂവേഷൻ, അതിൻ്റെ ബാക്കി, അത് പുറത്തു അടി. നല്ല അടിയാണ്, ഓടിച്ചെന്നിട്ട് അടിക്കുന്നത്. ഉന്തലും തള്ളലും തെറി പറയലൊന്നുമില്ല, നല്ല അടി. ഇപ്പം ഞാൻ ഓർമ്മിക്കുന്നത് അതാണ് ലീഗിൻ്റെ നിയമം. ലീഗ് ഭരിക്കും കേരളത്തിൽ, ലീഗ് പറയും നിയമങ്ങൾ. അതാണ് കാണുന്നുണ്ടല്ലോ, ലീഗ് പറയും നിയമങ്ങൾ കാണുന്നുണ്ടല്ലോ. കൂട്ടത്തിൽ അവർ വിളിച്ച വേറൊരു വിളിയും കൂടിയുണ്ട്. വെള്ളാപ്പള്ളി തെമ്മാടി, സുകുമാര തെമ്മാടി വിളിച്ചല്ലോ. ആരാ തെമ്മാടികൾ? ശരിക്കും തെമ്മാടികൾ ആരാ? കവലച്ചട്ടമ്പികൾ ആരാ? പള്ളികളൊക്കെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളെന്നാ വെപ്പ്. ഇപ്പം അള്ളാഹു ഒരു ജീവൽ സ്വരൂപമായിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചാൽ അതിൻ്റെ ഒരു 100 കാതം അകലെ പോയി നിൽക്കും. ഏയ് എന്ന് പറഞ്ഞിട്ട് പച്ചത്തെറി, അടി, തല്ല്. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ പറയാൻ തന്നെ നടക്കേണ്ടത്. ഒരാൾ മൂത്രമൊഴിച്ചു അത്രേ, പോലീസുകാരെ കണ്ടിട്ട്. പള്ളിയിൽ മൂത്രമൊഴിച്ചു വേള്. അപ്പം പ്രശ്നം പള്ളിയിൽ ബൂട്ടിട്ട് കയറിയതാ. പിന്നെ അവർ വന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? അത് വന്ന് മുസ്ലിങ്ങളാണോ? അതിൽ ക്രിസ്ത്യാനികളുണ്ടാവും, അതിനകത്ത് മുസ്ലിങ്ങളുണ്ടായിരിക്കും, അതിനകത്ത് ഹിന്ദുക്കളുണ്ടായിരിക്കും, അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരിക്കും. അല്ല, പോലീസുകാരെ. അവർ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിരപ്പാക്കാനാണ് വരുന്നത്. അവിടെ വന്ന് അവർ 2 റക്കത്ത എന്തോ പറയില്ല, അതൊക്കെ ചൊല്ലി ഉളുടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് കണ്ണടിച്ച് ആകാശത്ത് നോക്കിയിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എന്നിട്ടാണോ അവർ ഇതിന് വരിക? എന്തായാലും ഇത്രയായപ്പോൾ അതിന് യാതൊരു പ്രതിഷേധവുമില്ല. ആരാ പ്രതിഷേധിക്കേണ്ടത്? ആരാണ് അവിടെ നടക്കുന്ന പ്രശ്നത്തിൽ ആരാണ് പ്രശ്നക്കാരെന്ന് നോക്കി അതിൽ കുറ്റവാളിയെ കണ്ടെത്തി 2 കൂട്ടം ആൾക്കാർ കൂടിയിട്ടാണല്ലോ അടിയുണ്ടാവണം. ഒരു കൂട്ടം ആൾക്കാരാണല്ലോ തെറ്റുകാർ, മറ്റു കൂട്ടം ആൾക്കാർ ശരി എന്നാണല്ലോ വരുന്നത്. അത് നോക്കുന്ന ആളുടെ കണ്ണിൻ്റെ അനുസരിച്ചിരിക്കും. പാണക്കാട്ടുകാരാണല്ലോ നോക്കേണ്ടത്. എത്ര ആയിരം എന്താ ഇതിന് പറയുക, പള്ളികളുടെ വ്യാളിയോ കാളിയോ ഊളയോ എന്തറിയില്ല, ഊളയോ എന്താ അങ്ങനെ പറയുമല്ലോ ഈ പാണക്കാട്ടുകാരനെ. അയാളല്ലേ തീരുമാനം എടുക്കേണ്ടത്. അപ്പം അയാളോട് പോയിട്ട് ചോദിക്കുകയാണ്, ഇന്ന പള്ളിയിൽ ഇതെങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, എന്താ അങ്ങേക്ക് പറയാനുള്ളത്? ആ പള്ളിയുടെ കാര്യം പൂവിളി പൊന്നോണമായി. അല്ല, പള്ളിയിലത്തെ കാര്യം അവിടെ അടിയും തല്ലും നടന്ന് തല തല്ലിപ്പൊളിക്കലും പോലീസുകാരും കയറി. എന്താ അദ്ദേഹത്തെ അങ്ങയുടെ അഭിപ്രായം? പൂവിളി പൊന്നു. ഇതല്ലേ സ്ഥിതി? ഒരു പ്രതിഷേധമില്ല, ഒന്നുമില്ല, മിണ്ടാട്ടം മുട്ടി. ഇതിപ്പോൾ പിണറായി വിജയനാ ഭരിക്കണമെന്നാലോ എന്തായിരിക്കും പുകിലവിടത്തെ? പാണക്കാട്ട് നിന്നൊരു ജാഥ ആരംഭിക്കും പിള്ളേർ. ആ ജാഥ തിരുവനന്തപുരത്ത് എത്തിയാൽ മതി, പിണറായി ഠും എന്ന് പൊട്ടിത്തെറിക്കും. അതൊക്കെ ഉണ്ടാകുമായിരുന്നു. പോലീസിനെ ആക്രമിക്കുമായിരുന്നു. വേണ്ടി വന്ന നിയമസഭ വളയുമായിരുന്നു. ഇപ്പം എന്ത് പറ്റി? പൂക്കി മേനോൻ ഭരിക്കുമ്പോൾ എന്ത് പറ്റി? ആ പോലീസിനെ കുറ്റം പറയാനവർക്ക് പറ്റുമോ? പറ്റില്ല. അങ്ങനെ പോലീസിനെ കുറ്റം പറഞ്ഞാൽ ആ കുറ്റം എവിടെ ചെന്ന് വീഴുക? ഇവരുടെ തലയിലെന്ന് വന്ന് വീഴുക. പോലീസിനെ ഇവരല്ലേ ഭരിക്കുന്നത്. വ്യവസായ മന്ത്രിയാണല്ലോ ആഭ്യന്തരമന്ത്രി ഇവിടുത്തെ. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഇങ്ങനെ കുരു പൊട്ടാറുള്ളത്. അപ്പോഴാണ് മതത്തിൻ്റെ പേരുള്ള വൈകാരിത മതത്തിൻ്റെ ആളുകൾക്ക് മതം പൊട്ടുക അപ്പോഴാണ്. ഏതായാലും ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ലീഗിൻ്റെ പിള്ളേർ അവരൊക്കെ ഇപ്പോൾ സമരസപ്പെട്ടു പോവുകയാണ്. ഒന്നും മിണ്ടുന്നില്ല. അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് ചാനലുകൾ മുഴുവൻ പറയുന്നുണ്ട്, പത്രങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. പിന്നെ യൂട്യൂബ് പത്രക്കാർ അത് പറയുന്നുണ്ട്, വാട്സപ്പ് യൂണിവേഴ്സിറ്റി അവരുടെ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഇവരുടെ സ്ഥിതി എന്താ? പൂവിളി പൊന്നോണമായി. അവരിവിടെ അവിടെ പൊന്തിച്ചു നോക്കാൻ നടക്കണം പെൺകുട്ടികളുടെ.
ടർക്കിയിൽ ഉള്ളൊരു ഡാൻസ് ഞാൻ എവിടെയോ കണ്ടു ഞാൻ അതിനകത്ത് അവർ ഹിജാബ് ഇട്ടിട്ടുണ്ട്. അവർ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. തുണി പൊക്കി ക്യാമറയൊന്നുമല്ലല്ലോ കളിച്ചത്, ഒപ്പന കളിക്കുന്നില്ലേ തലയിൽ തുണിയിട്ടിട്ട്. എങ്ങനെയും ഓണത്തമ കയറി ചൊറിയണം. ഇതൊക്കെ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, നമ്മളെപ്പോഴും പറയാറ് കാര്യമുണ്ട്, അള്ളാഹു തന്ത്രജ്ഞനാണ്, വലിയ തന്ത്രജ്ഞനാണ്. കൊടുത്തില്ലേ ഇപ്പോൾ, ശരിക്കും കൊടുത്തില്ലേ ഇപ്പോൾ. SNDPയെയും NSSനെയും അവരന്മാരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ തലതൊട്ടപ്പന്മാരെ മറ്റേ മറ്റേ SNDPയുടെ നേതാവിനെ വെള്ളാപ്പള്ളി നടേശനെ കള്ളാപ്പള്ളി നടേശൻ, സുകുമാരൻ നായരെ പോപ്പ് എന്നൊക്കെ വിളിച്ച് കളിയാക്കി ലീഗ് ഭരിക്കും, കേരളത്തിൽ ലീഗ് പറയും നിയമങ്ങളെന്ന് പറഞ്ഞു. അവരെ ചട്ടമ്പികളെന്നും തെമ്മാടികളെന്നും വിളിച്ചു. അവർ മിണ്ടാണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇപ്പം എന്താ ഈ സ്ഥിതി? ആകെ നെടുക പിളർന്നല്ലേ പെൺകുട്ടികൾ. 1 2 3 പെൺകുട്ടികളെ ഞാൻ ഭീഷണിപ്പെടുത്താം, അതിനെ കല്യാണം കഴിച്ചാൽ എവിടെയെങ്കിലും പറഞ്ഞയക്കാം, അല്ലെ അച്ഛനമ്മമാരെ ഭീഷണിപ്പെടുത്തി 10,000-കണക്കിന് കുട്ടികൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? ആ വിഷമത്തിലിരിക്കുന്ന സമയത്താണ് ഉമർ ഫൈസി മുക്കം അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു, സഖാവ്, ഞാനൊരു സഖാവാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഇത് പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻ്റെ തന്നെ സുഹൃത്തുക്കൾ, സ്വാമി എന്താ ഇങ്ങനെ മാറാൻ കാരണം? എടോ, ഈ സ്വാമിയുടെ തലയ്ക്കകത്ത് അല്പം ബുദ്ധിയുണ്ട്. ഞാൻ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ അല്പം ബുദ്ധിയുണ്ട്. അതിൻ്റെ പേരിൽ അത് പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കാം. ആ ബുദ്ധി വെച്ച് ഞാൻ പറഞ്ഞു, ഇവിടെയുള്ള സംഘടനകൾ, ജമായത്ത് ഇസ്ലാമി ആകട്ടെ, മുജാഹിദ് ആകട്ടെ, അതുപോലെ തന്നെ പാണക്കാടന്മാരാകട്ടെ, ലീഗാകട്ടെ, അവരെ തല കുനിയാൻ തുടങ്ങി. കാരണം എന്താണ്? അപ്പുറത്ത് സംഘദക്ഷ, സംഘ ആരാമമായിട്ട്. സംഘദക്ഷ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കണം, സംഘ ആരമ എന്ന് പറയാൻ 2 കാലം ഇങ്ങനെ നിർത്തണം, സംഘദക്ഷ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിർത്തണം, സംഘ ആരമ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിർത്തണം. സംഘം ആരമ എന്ന് പറഞ്ഞ സമയത്ത് ആ സമയം നോക്കിയിട്ട് ഒരു തല കൊണ്ട് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. RSSൻ്റെ കാക്കൂട്ടിലല്ലേടോ നിങ്ങളുടെയും തല. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, അതിൻ്റെ ഒപ്പം നിൽക്കാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞതാണ്. എനിക്ക് RSSനെ എതിരിടാനും RSSനെ അപ്രീഷിയേറ്റ് ചെയ്യാനും പറ്റും. ഞാൻ ഇന്ത്യക്കാരനാണ്. ഒരു RSSകാരനും വന്ന് ദണ്ടി കൊണ്ട് എൻ്റെ തലയിൽ അടിക്കില്ല. അങ്ങനെ അടിച്ചാൽ 1000 RSSകാരെ അവർ വരുന്ന സമയത്ത് നിൽക്കണവിടെ എന്ന് ഇതൊന്ന് ഉയർത്തി കാണിച്ചാൽ മതി, കാവ്യവസ്ത്രം, പിന്നെ അവൻ മിണ്ടൂല്ല. ഇവിടെ ഇന്ത്യയിലുള്ള സകല RSSകാർ വന്നാലും ഈ കാവ്യവസ്ത്രം കണ്ടാൽ അവർ പേടിച്ചോടും. അതാണ് ഞങ്ങളുടെ പാരമ്പര്യം. പക്ഷേ RSSന് ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഈ പാവങ്ങളെ ഒരു കാലഘട്ടത്തിലേട്ടോ, ഈ പാവം മുസ്ലിങ്ങളെ ഇസ്ലാമോഫോബിയ രോഗം വെച്ച് എന്തിനാണ് അവരെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? തൊട്ടതിനും പിടിച്ചതിനും ഹലാലിൻ്റെ പേരും പറഞ്ഞ്, ജിഹാദിൻ്റെ പേരും പറഞ്ഞ്, അവിടെ അമ്മ പെങ്ങന്മാരും അവിടുത്തെ പാവപ്പെട്ട കുട്ടികളും അവരൊക്കെ സഹിക്കുകയല്ലേ? നിങ്ങൾ ചെയ്യുന്നത് തെറ്റല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇവർ വലിയ ആൾക്കാരായില്ലേ? 22 സീറ്റ് കിട്ടിയപ്പോഴേക്കും അവർ ഭരിക്കാൻ. അവിടെ എൻ്റെ മെക്കെട്ടാണ് ആദ്യം തിരിഞ്ഞ് കുഞ്ഞാലിക്കുട്ടി അവനെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേസും കൊടുത്തപ്പോൾ എന്നെ ജയിലിലാക്കാനുള്ള ശ്രമമാണ്. ഉഗാണ്ടയിലെ ജയിലിലൊന്നും കൊണ്ടാക്കില്ലല്ലോ, കേരളത്തിലെ ജയിലിലല്ലേ കൊണ്ടാക്കുള്ളൂ. മലയാളം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമല്ലോ, അത് വേറെ വിഷയം. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇവർ നിരപരാധികളായിട്ടുള്ള സഹിഷ്ണുതയുടെ ഹിമാലയത്തിൽ കയറി നിൽക്കുന്ന ഹിന്ദുക്കളെ ചവിട്ടിക്കൂട്ടാൻ ശ്രമിക്കുകയായിരുന്നു. ഇത്രയും അവരുടെ അവകാശം കിട്ടിയോട് കൂടിയിട്ട് അങ്ങോട്ട് തിമർപ്പായിരുന്നു. പക്ഷേ എല്ലാം നോക്കിക്കാണാൻ ഒരുവനുണ്ട് എന്നവർ പറയില്ല. എല്ലാം പടച്ചവൻ്റെ കൽപ്പന പോലെ, എല്ലാം പടച്ചവൻ്റെ കൽപ്പന പോലെ. ഞങ്ങൾ പറയുന്നത് എന്താണ്? ഭഗവാനോ ഈശ്വരനോ എന്ന് പറയും. കിട്ടിയില്ലേ ഇപ്പോൾ ഇരിക്കപ്പുറതിയില്ലാതായി മാറിയില്ലേ? പെൺകുട്ടികളൊരു വശത്ത്, 1 2 3 എന്നല്ല, പഠിപ്പും വിദ്യാഭ്യാസമുള്ള, ചടുലതയുള്ള, മൊഞ്ചത്തികളായിട്ടുള്ള, മനസ്സിനെ ഹരിക്കുന്ന കുട്ടികൾ. മറ്റേ ഒരാളിനോട് പറഞ്ഞു ഞാൻ മലപ്പുറത്ത്, പക്ഷെ അത് ഇനി ഉണ്ടാവുമെന്നറിയില്ല, അതായത് അടുത്ത വർഷം മലപ്പുറത്ത് പെൺകുട്ടികൾ ഓണാഘോഷമായിട്ട് പുറത്തിറങ്ങുമ്പോൾ കാണാൻ പോകണം. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും റീൽസ് എടുക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു കാണാൻ പോകുമ്പോൾ കുറച്ച് മാറി നിൽക്കട്ടെ. ആ കുട്ടികളുടെ ഡാൻസിൻ്റെ ഇടയിൽ പെട്ടുപോയി അവർ ചവിട്ടി കൂട്ടുവരും, എല്ലൊക്കെ ഒടിയും. എന്താ
അതിന് ഞാൻ ഡിക്ഷണറി നോക്കി നല്ല ഇങ്ങനെ ബൂമർ എന്നുള്ള വാക്ക് പോലെ അതിന് മലയാളം ഒന്നും കിട്ടുന്നില്ല. അതാണ് ശരിക്കും ഓണാഘോഷം. ലാസ്യ നൃത്തമല്ല, മോഹിനിയാട്ടമല്ല, ഭരതനാട്യമല്ല ഓണാഘോഷം. ഇതാണ് ഓണാഘോഷം. ഇതാണ് ഓണാഘോഷം. അതിൻ്റെ പുറകിലും ആൾക്കാരുണ്ട്. ആരാ അതിൻ്റെ പുറകിൽ? അവർക്ക് കല്യാണം കഴിച്ചിട്ട് ഭർത്താക്കന്മാരുണ്ട്, ആങ്ങളമാരുണ്ട്, അവരുടെ വാപ്പയുണ്ട്, അവരുടെ ഉമ്മയുണ്ട്, അവരുടെ മുത്താപ്പയുണ്ട്, അവരുടെ അമ്മാവന്മാരുണ്ട്. അപ്പോൾ ഒരു കുട്ടി ഡാൻസ് കളിക്കാൻ വരുമ്പോൾ 10 പേര് ആ കുട്ടിയുടെ പുറകിലുണ്ടായിരിക്കും. കേരളത്തിലെ മുസ്ലിം സമൂഹം മൊത്തം ഓണം ആഘോഷിച്ചു. ഓണം ഹിന്ദുവിൻ്റെ ഒന്നല്ല. ഓണം ഒരു വിളവെടുപ്പ് മഹോത്സവം എല്ലായിടത്തും ഉള്ളതാണ്. വിളവെടുപ്പ് കഴിഞ്ഞാൽ അവിടെ ഒരു തിമിർപ്പ് ഉണ്ടായിരിക്കും. അതിന് പല രൂപത്തിലും പല പേരൊക്കെ അറിയപ്പെടാതെ മാത്രം. ഇതുപോലെ തന്നെ ക്രിസ്മസും ഇവിടെ ധൈര്യം ഉണ്ടെങ്കിലും മറ്റേ ഏതെങ്കിലും മാർപ്പല്ല മറ്റേ കർദിനാളും എന്ന് പറയട്ടെ. ക്രിസ്മസ് ക്രിസ്ത്യാനികളുടെ എന്നൊന്ന് പറയട്ടെ. ക്രിസ്ത്യാനികൾ ചെന്നിട്ട് പറയും തൊപ്പിയൂരി വെക്കണമെന്ന് പറയും. ക്രിസ്മസ് കേരളീയരുടെയാണ്, റംസാൻ കേരളീയരുടെയാണ്. വിഷുവിന് ആരാ പടക്കം പൊട്ടിക്കാണ്ടിരിക്കുക? അതുപോലെ തന്നെ ക്രിസ്മസ് വരുമ്പോൾ ആരാ പടക്കം പൊട്ടിക്കാണ്ടിരിക്കുക? ന്യൂ ഇയർ ആരാ ആരാധിക്കുന്നത്? നമുക്ക് പറയാൻ പറ്റുമോ ന്യൂ ഇയർ